CPM നേതാവ് എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ ട്രോൾ ആക്രമണം നേരിട്ടതിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ട്രോൾ ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്നും CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് താനാണെന്ന് പറയുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിലയില്ല എന്നല്ലേ അർത്ഥമാക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു. പാർട്ടി പദവിയിലുള്ള ഒരാൾ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതാണ് UDF ആഗ്രഹിച്ചിരുന്നത്. സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചാലും സന്തോഷമായേനെ. CPM തപ്പി നടന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി മാറി. ആ ഡോക്ടർ മത്സരിച്ച് പരാജയപ്പെട്ടാൽ ഭരണവിരുദ്ധ വികാരമെന്ന് UDF പറയും. എന്നാൽ ഡോക്ടർ ചികിത്സിച്ച രോഗികളെതിരായെന്ന് CPM പറയും. പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞത് മറ്റൊരു പാർട്ടിയിൽ നിന്നും ആളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് കൊണ്ടാണെന്നാണ്. തൃക്കാക്കരയിൽ തോറ്റപ്പോൾ പറഞ്ഞത് പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചതെന്ന്. CPMന്റെ ചിഹ്നം കാണുമ്പോൾ വൈദ്യുതി ചാർജ് വർധനയും വെള്ളക്കരം കൂട്ടിയതും ജനങ്ങൾക്ക് ഓർമ്മ വരും. നാട്ടിലെ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൽ നഷ്ടം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ചിഹ്നം കാണുമ്പോൾ പ്രത്യേക ഹാലിളക്കമുണ്ടാകും. ആ ഹാലിളക്കത്തിൽ 23-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. സർക്കാർ വിരുദ്ധ വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്കെതിരെ വീഴുമെന്നും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. CPMന് അനുകൂലമായ 2021 തെരഞ്ഞെടുപ്പിൽ പോലും തൃപ്പൂണിത്തുറയിൽ ജയിക്കാൻ ഇടത് സ്ഥാനാർത്ഥിയായ സ്വരാജിന് കഴിഞ്ഞില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ അവിടെയോ വന്യജീവി സംഘർഷമുണ്ടായപ്പോൾ അവിടെയോ സ്വരാജിനെ കണ്ടിട്ടില്ല. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ സന്തോഷമെന്നും MV ഗോവിന്ദൻ നിലമ്പൂരിൽ മത്സരിക്കണമെന്നായിരുന്നു തങ്ങളുടെയൊക്കെ ആഗ്രഹമെന്നും രാഹുൽ പറഞ്ഞു. വന്യജീവി സംഘർഷമുണ്ടായപ്പോൾ ഒറ്റ വാക്ക്, ഒരു വരി, ഒരു കുത്ത്, ഒരു പ്രതികരണം ഈ നാടിനു വേണ്ടി നടത്തിയോ? പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടപ്പോൾ സ്വരാജ് പ്രതികരിച്ചോ? തീവ്രവാദി കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ യുദ്ധങ്ങൾ വേണ്ട എന്ന് പറയുന്ന കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും. സ്ഥാനാർത്ഥികൾ കരുത്തരാണോ ദുർബലരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. സംസ്ഥാനത്തിനകത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല. നിലമ്പൂരിൽ UDF ആധികാരിക ജയം നേടുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയവർ അവരുടെ വ്യാജ പ്രചാരണങ്ങളുടെ മെഷീൻ ഓണാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയവന്മാർ അവരുടെ വ്യാജ പ്രചാരണങ്ങളുടെ മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഈ മാധ്യമ സ്ഥാപനം ഇറക്കിയിട്ടില്ലാത്ത പോസ്റ്റർ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് അന്തമില്ലാത്ത സൈബർ കീടങ്ങൾ മാത്രമല്ല. ഇത് പ്രചരിപ്പിച്ച ഈ സത്യൻ T എന്ന മഹാൻ CPIM ഇടപ്പാൾ ഏരിയ സെക്രട്ടറിയാണ്. ഈ മഹാൻ DYFI മുൻ ജില്ലാ സെക്രട്ടറിയും നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ഈ മാന്യ വ്യാജ പ്രചാരകനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകാൻ കൊള്ളാവുന്ന ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടല്ല, എങ്കിലും കൊടുത്തു എന്ന് മാത്രം. നിലമ്പൂരിലെ പ്രബുദ്ധ വോട്ടർമാർ കരുതിയിരിക്കുക. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളുമായി CPM ഇറങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി M സ്വരാജിനെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ്, സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്നാണയിട്ട് പറയുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും M സ്വരാജ് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണം. പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും പരാജയ ഭീതി കാണാമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. മത്സരിക്കാൻ M സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 കടക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മത്സരിക്കാൻ പറ്റിയ അതിസമ്പന്നർ ആരെ എന്ന് തിരഞ്ഞ് സീറ്റ് കച്ചവടത്തിന് ശ്രമിക്കുന്ന ആ പാർട്ടി സ്വന്തം പ്രവർത്തകരെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ? സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ്, സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്ന് ആണിയിട്ട് പറയുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? പിണറായി 3.0 ലോഡിംഗ് എന്ന് തള്ളിമറിക്കുന്നവർക്ക് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു ദുരവസ്ഥയാണ്. അതല്ല, സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും M സ്വരാജ് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ. പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും കാണാം ആ പരാജയ ഭീതി. കഴിഞ്ഞ 2 തവണയായി 9 വർഷക്കാലം CPMന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ M സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 കടക്കും. ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ M സ്വരാജിനെ മത്സരിപ്പിക്കുക എന്നായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയായി വന്നത് M സ്വരാജാണ്. അതിനെ തുടർന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടുള്ള സ്വരാജിന്റെ ഇന്നത്തെ പ്രതികരണം.